വെക്കേഷനൊക്കെ അവസാനിച്ചു നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സ്റ്റഡി ചലഞ്ച് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 6 ഡേയ്സിലേക്കുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ പഴയ ട്രാക്കിലേക്ക് എത്താൻ പറ്റും. സ്റ്റാർട്ടിങ് തൊട്ട് അടിപൊളിയായിട്ട് പഠിച്ച് ഈ ഒരു വർഷം നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ മിസ് ചോദിക്കട്ടെ, പ്ലാൻ നിങ്ങൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ പ്ലാനിലേക്ക് പോകാം. ഓക്കെ, സോ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയായിട്ട് നമുക്ക് കുറച്ച് ബന്ധം വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 സബ്ജക്ട്സ് ആണ്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ അങ്ങനെ വിട്ടു പോകരുത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഹിന്ദീൻ്റെയൊക്കെ ബേസിക് ക്ലാസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകളായിട്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പഠിച്ച കാര്യങ്ങളും അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഇംഗ്ലീഷിലും ഹിന്ദീൻ്റെയൊക്കെ ലെറ്റേഴ്സ് എഴുതാൻ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മക്കൾ ഒന്ന് എഴുതി പഠിക്കുക, പുതിയ വാക്കുകൾ പഠിക്കുക ഇംഗ്ലീഷിലും ഹിന്ദിയിലും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇന്നൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം വെനസ്ഡേ നാളെ നിങ്ങൾക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 1 ആംഗിൾസ് എന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ടായിട്ട് മിസ് വരുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ആ 1 ഷോട്ടിലൂടെ, അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് 1 ഷോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാച്ചിലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് നിങ്ങൾക്ക് ഉണ്ടാവുക. യുവ ബാച്ചിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ചാപ്റ്റർ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ബാച്ചിലല്ലാതെ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള ആ ഒരു മെയിൻ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നാളെ വെനസ്ഡേ ചാപ്റ്റർ 1 ആംഗിൾസ് എന്ന ചാപ്റ്റർ 1 ഷോട്ടായിട്ട് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം തേഴ്സ്ഡേ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ആ പഠിപ്പിച്ച കാര്യങ്ങൾ ആംഗിൾസിനെ കുറിച്ച് എങ്ങനെയാണ് ആംഗിൾസ് എങ്ങനെ വരയ്ക്കുക എങ്ങനെ അളക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം വെച്ച് പഠിച്ചാൽ മതി. ദിവസം ഒരു മണിക്കൂറിലൊക്കെ ഇപ്പോൾ തുടങ്ങിയാൽ മതി. കുറച്ച് പതുക്കെ നമുക്ക് സമയം കൂട്ടി വരാം. ഇപ്പോൾ പെട്ടെന്ന് വെക്കേഷനിൽ നിങ്ങൾ സ്കൂളിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല, മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പതുക്കെ സമയം കൂട്ടി ആ മടിയൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, അടുത്ത ദിവസം ഫ്രൈഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 1 ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് ലൈവായിട്ട് നമ്മുടെ ETRMS വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അന്നത്തെ ദിവസം ആ ലൈവൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ആ ലൈവിൽ തന്നെ ഇരുന്ന് എല്ലാം പഠിക്കാൻ നോക്കുക. ഓക്കെ, ലൈവ് ക്ലാസ് കഴിയുന്നതോടെ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരണം. ഓക്കെ, യെസ്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സാറ്റർഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം കുറേ പഠിച്ചു, സ്കൂളൊക്കെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ. അപ്പോൾ സാറ്റർഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാം. പക്ഷേ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, സൺഡേ നിങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം മൺഡേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയാവും. നിങ്ങൾ സാറ്റർഡേയും സൺഡേ ഒക്കെ റെസ്റ്റ് എടുത്ത് നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സ്വാഭാവികമായിട്ട് മടി വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് സൺഡേ നമ്മൾ റിവിഷൻ വെച്ചത്. അപ്പോൾ നമ്മൾ സോഷ്യൽ ഈ ആഴ്ച നോക്കിയിട്ടില്ല. അപ്പോൾ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ലൈവ് പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും അതേപോലെ നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച മാത്സും സയൻസും ഈ 3 സബ്ജക്റ്റും കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക, റിവൈസ് ചെയ്യുക. റിവിഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ ലൈവ് ക്ലാസ് കണ്ട് പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ പ്ലാൻ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു 6 ദിവസം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മാർക്സ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു കൊല്ലം അടിപൊളിയായിട്ട് പഠിക്കാം. സോ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വേഗം തന്നെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ യുവ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷനൊക്കെ എടുക്കുക. സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.